Good morning, Miss. Good morning. Good morning, ma'am. Good morning. Good morning, Miss. Good morning. How are you, Miss? Good morning, Miss. Good morning. How are you, Miss? Fine. And you? How are you? I am fine. Fine. I am fine. I am fine, Miss. Okay. എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ ആദ്യം. മിസ് വീഡിയോ ഓൺ അത് ചാറ്റ് ബോക്സിൽ പ്രസന്റ് ഇടുമ്പോൾ തനിയെ ഓഫ് ആയി പോന്നെയാ. അത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഓൺ ചെയ്തോളൂ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ ക്ലാസ്സിലെ. Take your Hindi textbook and notebook. Take your Hindi textbook and notebook. റെഡി അല്ലേ? വീഡിയോ ഇനിയും ഓൺ ചെയ്യാത്തവരുണ്ടല്ലോ. വീഡിയോ ഇനിയും ഓൺ ചെയ്യാത്തവര്, ഇനി ക്ലാസ് കഴിയുന്നതുവരെ വീഡിയോ ഓഫ് ചെയ്യേണ്ടതില്ല കേട്ടോ. മിസ് നാലാം പാഠത്തിന്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നായിരുന്നോ? ഇല്ല, മിസ് ഇപ്പൊ പറഞ്ഞുതരും. ഓക്കെ. ഇനി മിസ് പറയുന്നത് കേൾക്ക്. നമ്മള് മൂന്ന് ലെസൺ കംപ്ലീറ്റ് ആയി. നാലാമത്തെ വർക്കുകൾ കൂടി പറഞ്ഞ 4 ലെസൺ കംപ്ലീറ്റ് ആവും. ഇന്ന് 4ാമത്തെ ലെസണും കൂടി പറഞ്ഞു കഴിഞ്ഞാല് 4 ലെസൺ കംപ്ലീറ്റ് ആവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കില് എല്ലാ സബ്ജക്റ്റും എക്സാം നടക്കുകയാണ്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കില്. അപ്പോ വീണ്ടും ഓരോരുത്തരും ഇനി വാട്സപ്പിൽ കമന്റ് ചെയ്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ട. എത്ര ലെസൺ ഉണ്ട് മിസ്സേ, ഏത് പഠിക്കണ്ട മിസ്സേ, എന്തെന്ന് പഠിക്കണ്ടെന്ന് ചോദ്യം വേണ്ട. മിസ് പറയുന്നത് കൃത്യമായി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 4 പാഠങ്ങള് സബ്സെ പ്യാര മേരാ ഘർ എന്ന് വരുന്ന 4 പാഠങ്ങളാണ് ഹിന്ദി എക്സാമിന് നിർബന്ധമായും പഠിക്കേണ്ടത്. അത് കേട്ടല്ലോ എല്ലാവരും? എന്താ സൽന? 3ാമത്തെ പാഠത്തിന്റെ ഇല്ലേ 17 പേജ് ലാസ്റ്റ് വാക്ക് ഒന്ന് പറഞ്ഞുതരാം. അതെനിക്ക് കിട്ടിയിട്ടില്ല. ആ ടീച്ചർ പറഞ്ഞിട്ടില്ല. ഞാൻ അതൊന്ന് ഗ്രൂപ്പിൽ അയച്ചെന്നല്ലോ. മിസ് ഒന്നുകൂടി ഇന്ന് അയച്ചുതരാം. 3ാമത്തെ ലെസണിന്റെയും 4ാമത്തെ ലെസണിന്റെയും ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരും. കംപ്ലീറ്റ് ആക്കാത്തവർക്ക് ഒരു തവണ കൂടി ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ച് വേഗം എഴുതിയെടുക്കുക. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എക്സാമിന് ഇനി വീണ്ടും ഓരോരുത്തരും ചാറ്റ് ചെയ്തോണ്ടിരിക്കണ്ട ഫോണില് വാട്സപ്പില്. എത്ര പാടാന്ന് മിസ്സേ, എന്ത് പഠിക്കേണ്ടെന്നുള്ള ചോദ്യം. പിന്നെന്താണ്? 4 പാഠങ്ങള് നിർബന്ധമായും പഠിച്ചിരിക്കണം. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, അതിൽ വരുന്ന ബഹുവചൻ, അതുപോലെ എന്താണ് വേറെന്താ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? മാച്ച് ദി ഫോളോവിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സപ്ന ശബ്ദ്. അതിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്തൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഓപ്പോസിറ്റ് വേർഡ്, വിലോമ ശബ്ദ്, അങ്ങനെ എന്തൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ ടെക്സ്റ്റും നോട്ടുമായി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാ? നന്നായിട്ട് പഠിക്കണം. ഇനി വീണ്ടും ചോദിക്കുവോ എന്താ വരിക ഏതാ വരിക എന്ന് ചോദിക്കുക. 4 പാഠഭാഗം വരും എക്സാമിന്. 4 പാഠഭാഗത്തിൽ ടെക്സ്റ്റിലും നോട്ടിലുമായി തന്നിരിക്കുന്ന എല്ലാ വർക്കുകളും നന്നായിട്ട് എഴുതി പഠിക്കുക. ക്ലിയർ ആയോ? അതില് ഇനിയും നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവര്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരു ദിവസം വോയിസ് അയച്ചിരുന്നു. എന്ത്
3 ലെസൺ കംപ്ലീറ്റ് ആക്കാത്തവർ ക്ലാസ്സിൽ കയറേണ്ടതല്ല എന്നുള്ളത് അല്ലെ. കുറെ പേര് എനിക്ക് കൃത്യമായി നോട്ട് അയച്ചിരുന്നു. അതിൽ 2-3 പേര് പിറകോട്ടാണ്, നോട്ട്സ് അയച്ചു തരുന്നതിൽ മടി കാണിക്കുന്നു. അത് വേണ്ട. എല്ലാ വെനസ്ഡേയും തരുന്ന വർക്കുകൾ വെനസ്ഡേ തന്നെ എഴുതി പരമാവധി തേഴ്സ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ, സാറ്റർഡേ വരെ നിങ്ങൾക്ക് ഞാൻ സമയം തന്നിട്ടുണ്ട്. അത്ര വരെ നിങ്ങൾ സമയം എടുക്കുക. എല്ലാ വർക്കുകളും ടെക്സ്റ്റും നോട്ടും കൃത്യമായി കംപ്ലീറ്റ് ആക്കുക. അതുപോലെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലെ. ടെക്സ്റ്റ് നോട്ട് സബ്മിറ്റ് ചെയ്യാൻ വരുമ്പോൾ മറക്കരുത്, ടെക്സ്റ്റ് നോട്ട് അതുപോലെ കോപ്പി റൈറ്റിംഗ് ബുക്ക് ഇത്രയും നിങ്ങൾ കൊണ്ടുവരണം. ഇനി ഇവിടെ എത്തിയിട്ട് കോപ്പി റൈറ്റിംഗ് ബുക്ക് കൊണ്ടുവന്നില്ല, നോട്ട് ബുക്ക് എടുത്തില്ല എന്ന് പറയരുത്. ഈ 3 ബുക്കുകളുമാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. കോപ്പി റൈറ്റിംഗ്, ടെക്സ്റ്റ്, നോട്ട്. ടെക്സ്റ്റ് നോട്ട് കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും എഴുതാതെ ഇവിടെ കൊണ്ടു കൊടുക്കണം എന്നല്ല മിസ് പറഞ്ഞത്. മിസ് പറഞ്ഞ് എത്ര ലെസൺ എടുത്തിട്ടുണ്ടോ ആ ലെസണിൽ എത്ര വർക്കുകൾ തന്നിട്ടുണ്ടോ അത് മുഴുവൻ ടെക്സ്റ്റിൽ നോട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. അത് എഴുതിയവര് എക്സാം എഴുതിയാൽ മതി, ഇല്ലാത്തവര് എക്സാം എഴുതണ്ട. വീട്ടിലിരുന്ന് ഇങ്ങനെ ഓടിക്കളിച്ച് നടന്നോ, കേട്ടുവാ. മിസ് എക്സാമിന് തൊട്ട് മുന്നേ ഞാൻ നിങ്ങളുടെ ഓരോരോ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കും. എത്ര പേര് ഇതുവരെയുള്ള ഹോംവർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസ് ഞാൻ തരും. അതിനനുസരിച്ച് നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും. ഇല്ലാത്തവര് ഹിന്ദി എക്സാമില് 0 മാർക്കും കൊണ്ട് നടന്നു. ഹിന്ദിയുടെ മാർക്കും കൂടി കിട്ടിയാലേ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദിയിൽ നല്ല മാർക്ക് വാങ്ങണം, ഹിന്ദിയിൽ എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ ഇതുവരെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആക്കി വെക്കുക. ഓക്കെ. അതില് ഇനി മിസ്സിനെ പറഞ്ഞുതരാനുള്ള ലെസൺ ഏതാണ്? 4ാമത്തെ ലെസൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. ഏതാണ്? സബ്സെ പ്യാരാ മേരാ ഘർ. അതിന്റെ വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദ, വിലോമ ശബ്ദ നോട്ട്ബുക്കിലേക്ക് പറ്റുമെങ്കിൽ എഴുതി വെച്ചോന്ന് മിസ് പറഞ്ഞിരുന്നു. എഴുതി വരാണെങ്കിൽ ഓക്കെ. കുറച്ചു പേരും കൂടി വീഡിയോ ഓൺ ചെയ്യാനുണ്ടല്ലോ, വീഡിയോ ഓൺ ചെയ്തേ. ശബ്ദാർത്ഥ, സമാനാർത്ഥി ശബ്ദ, വിലോമ ശബ്ദ. ഈ സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മലയാളത്തിലും പര്യായ പദങ്ങൾ പഠിക്കുന്നില്ലേ? പര്യായ പദങ്ങൾ, പര്യായം, അതാണ് ഈ സമാനാർത്ഥി ശബ്ദം. മിസ് ആ ശബ്ദാർത്ഥ വേർഡ് മീനിങ് ഒന്ന് പറഞ്ഞുതരാം. ചെറിയ കുട്ടികളായതുകൊണ്ട് ഒന്നുകൂടി മിസ് വായിച്ചു തരാം. വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എഴുതുന്നതും എക്സാമിന് എഴുതുന്നതും ഇംഗ്ലീഷ് മീനിങ് ആണ് എഴുതേണ്ടത്, ഹിന്ദി എഴുതേണ്ടതില്ല. ഹിന്ദി നിങ്ങളുടെ ടെക്സ്റ്റിൽ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഹിന്ദി എഴുതുക, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് ശബ്ദാർത്ഥ്. നിങ്ങളുടെ എത്രയോ പ്രാവശ്യം മിസ് പറഞ്ഞു, എന്നാലും കുറെ പേര് അത് ഹിന്ദിയും എഴുതുന്നുണ്ട് ഇംഗ്ലീഷും എഴുതുന്നുണ്ട്, എല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കുന്നു. അങ്ങനെ വേണ്ട, മിസ് വായിച്ചിരുന്നത് പോലെ നിങ്ങൾ എഴുതിയാൽ മതി. എന്താണ്? ഫസ്റ്റ് വേർഡ് ന്യാര, പേജ് നമ്പർ 20 ഫസ്റ്റ് പേജ് വേർഡ് ന്യാര. ഡിഫറന്റ്, ന്യാര എന്ന് എഴുതുക, അതിന് നേരെ എന്ത് മീനിങ് എഴുതണം? ഡിഫറന്റ്. സബ്സെ അലഗ് എന്ന് എഴുതണ്ട, കുറെ മീനിങ് ഒന്നും നിങ്ങൾ ഇപ്പോഴേ പഠിക്കണ്ട. ന്യാര ഡിഫറന്റ്. സുന്ദർ ബ്യൂട്ടിഫുൾ. പ്യാര ലവ്ലി. കിരണേം സൺറൈസ്. റോസ് ഡെയിലി. അന്ധകാർ ഡാർക്ക്നെസ്. ഉജിയാര ലൈറ്റ്. മിസ് വായിക്കുമ്പോ ശ്രദ്ധിക്കേ, ഇങ്ങനെയാണ് നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. ബഗിയ ഗാർഡൻ. കളരവ് ക്യൂട്ട്. മീട്ടി ബോലി സ്യൂട്ട് വോയിസ്. മോഹിത ഫെസിനേറ്റഡ്. മൻ ഹർട്ട്. ഖുഷ്ബു സെൻഡ്. മയ്യ മദർ. സ്വാദിഷ്ട ഡെലീഷ്യസ്. ഇത്രയുമാണ് നിങ്ങളുടെ വേർഡ് മീനിങ് എഴുതാനുള്ളത്. അടുത്തത് സമാനാർത്ഥി ശബ്ദാണ്. സമാനാർത്ഥി ശബ്ദ സൂരജ്, സൂര്യ, രവി. സമാനാർത്ഥി ശബ്ദം എപ്പോഴും നിങ്ങൾ 2 എണ്ണം പഠിക്കണം, ഒന്ന് മാത്രം പഠിച്ചാൽ പോരാ, പര്യായ പദങ്ങളാണ്. സൂര്യ, രവി. മിസ് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ വായിച്ചു നോക്ക്, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട്. സുന്ദർ, ഖൂബ്സൂരത്, മനോഹർ. എഡ്വിനെ നോട്ട് കംപ്ലീറ്റ് ആക്കി മിസ്സിന് അയച്ചു തരണേ. എഡ്വിൻ. അന്ധകാർ, അന്ധേര, അന്ധിയാര. ഉജിയാര,
रोशनी प्रकाश, खुशबू सुगंध महक, बगिया बगीचा ബാഗ്. ഇത്രയുമാണ് സമാനാർത്ഥി ശബ്ദം നോട്ട്ബുക്കിലേക്ക് എഴുതാനുള്ളത്. തൊട്ട് താഴെ എന്ത് എഴുതണം? വിലോമ ശബ്ദ. വിലോമ ശബ്ദം ഓപ്പോസിറ്റ് വേർഡ് അല്ലെ? വിലോമ ശബ്ദ എന്തൊക്കെയുണ്ട്? സുഖ ദുഃഖ്, അന്ധകാർ ഉജാല. അന്ധകാർ പറഞ്ഞാൽ ഇരുട്ട്, ഉജാല പറഞ്ഞാൽ പ്രകാശം, ലൈറ്റ്. മീട്ട ഗട്ട. മീട്ട ഗട്ട എന്താ മീനിങ് അറിയോ? മീട്ട മധുരമുള്ളത്, ഘട്ട പറഞ്ഞാൽ കയ്പുള്ളത്. കയ്പക്ക, കരേല, കയ്പക്കയുടെ ടേസ്റ്റ്, ഘട്ട. ഭൂഖ് വിശപ്പ്, ഓപ്പോസിറ്റ് പ്യാസ് ദാഹം. സുന്ദർ രണ്ട് വാക്കുകളുണ്ട്, എന്തെഴുതാം? ഒന്നുകിൽ കുരൂപ് എന്ന് പഠിക്കുക, അല്ലെങ്കിൽ അസുന്ദർ. സുന്ദർ, കുരൂപ്, അസുന്ദർ. ഇത്രയുമാണ് വേർഡ് മീനിങ്, അതുപോലെ സമാനാർത്ഥി ശബ്ദ, വിലോമ ശബ്ദം. ഇത് മൂന്നും നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. മിസ് പറയുമ്പോ മിസ് ഇവിടെ ശ്രദ്ധിക്കുക. വീട്ടിലാന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് കഥ പറയാൻ നിൽക്കണ്ടേ. വീട്ടിലെല്ലാവരോട് അവരുടെ തൽക്കാലം പേരൻസിനോട് അല്ലെ വീട്ടിലെല്ലാവരോട് മാറി നിൽക്കാൻ പറ. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരേ സംസാരമാണ്. സാമുവലെ പ്ലീസ് ലിസൺ. സാമുവൽ പ്ലീസ് ലിസൺ. മിസ് പറഞ്ഞതന്നെ ശ്രദ്ധിക്കേ. ആരെങ്കിലും വർത്തമാനം വരുന്നുണ്ടെങ്കിൽ പറയാൻ, എനിക്ക് ഇപ്പൊ ക്ലാസ് ആണ്, സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു വിട്ടേക്ക്. ഇനി അടുത്തത് ഡിറ്റേഷൻ വേർഡ്. കോപ്പി നമ്മള് ഡിറ്റേഷൻ വേർഡ് അല്ലേ? ന്യാര, പ്യാര, സുന്ദർ, ഭയ്യ, ഖുശ്ബു, സ്വാദിഷ്ട, ഉജിയാര, പഞ്ചി. ഇതൊക്കെ റഫ് നോട്ടിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ എഴുതി പഠിക്കണം കേട്ടോ. അതിനാണ് ഡിറ്റേഷൻ വേർഡ് കൊടുത്തിരിക്കുന്നത്. പഠിച്ചിരിക്കണം കുറെ പ്രാവശ്യം, 5-10 പ്രാവശ്യം എഴുതി പഠിക്കുക. എഡ്വിനെ കാണുന്നില്ലല്ലോ. എഡ്വിൻ. നെക്സ്റ്റ് ഓറൽ ക്വസ്റ്റ്യൻസ്. മൗഖിക ക്വസ്റ്റ്യൻ, മൗഖിക പ്രശ്നം. മിസ് ഇപ്പൊ വായിച്ചുതരാം, നിങ്ങൾ ആൻസർ പറഞ്ഞാ മതി. കവിതാ മേ സബ്സേ ന്യാര കിസേ കഹാ ഗയാ ഹേ. ഏതിനെയാണ് കവിതയിൽ വളരെ വിചിത്രമായതെന്ന് പറഞ്ഞത്? എന്തോ ഒരു കാര്യല്ലേ പാഠഭാഗത്തിൽ പറയുന്നത്? സബ്സേ മേര പ്യാര. ഏതിനെ കുറിച്ചാണ് ആ കവിതയിൽ പറഞ്ഞത്? വീടിനെ കുറിച്ച്. ആ, ഹൗസ് അല്ലെ, ഘർ. അപ്പൊ എന്താണ് എന്റെ ആൻസർ? മേര ഘർ, എന്റെ വീട്. കവിതയിൽ ഏതാണ് വിചിത്രമായിട്ട് പറഞ്ഞത്? വളരെയധികം സൗന്ദര്യം എന്ന് പറഞ്ഞതാണ് മേര ഘർ അല്ലേ? യെസ്. നെക്സ്റ്റ്, അന്ധകാർ കോ കോൻ ദൂർ ഭഗാത്താ ഹേ. ആരാണ് ഇരുട്ടിനെ അങ്ങ് മാറ്റിമറിക്കുന്നത്? ഇരുട്ട് ഇല്ലാതാക്കി തീർക്കുന്നത് ആരാണ്? ആരോ ഒരാൾ വരുമ്പോഴല്ലേ നമ്മൾ ഇരുട്ടില്ലാതാവുന്നത്? ആ, സൂര്യന്റെ രശ്മികൾ അല്ലെ? സൂരജ്. യെസ് ആരാധ്യ. സൂരജ് കി കിരണേം. എന്താ ആൻസർ? സൂരജ് കി കിരണേം. സൂരജ് കി കിരണേ. യെസ്. ഇനി തേർഡ്, സബ് കിസ്കെ ഹാത്ത് കാ സ്വാദിഷ്ട ഗാന ഗാത്തെ ഹേ. എല്ലാവരും ആരുടെ കൈകൊണ്ട് നിർമ്മിച്ച ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ എല്ലാവരും അമ്മയുടെ. നമ്മുടെ അമ്മയുടെ അമ്മ നിർമ്മിച്ച ഭക്ഷണങ്ങൾ, അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? നമ്മളില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അച്ഛനോ അല്ലെങ്കിൽ ചേച്ചിയോ ചേട്ടനോ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടുവോ? നമുക്ക് എപ്പോഴും ഏതാ ഇഷ്ടമുണ്ടോ? നമുക്ക് സ്വാദിഷ്ടമായി തോന്നുന്ന ഏതാണ്? അമ്മ ഉണ്ടാക്കി തരുന്നതാണ് അല്ലേ? യെസ്. നെക്സ്റ്റ്, ആപ്കെ ഘർ മേ കോൻ കോൻ രഹതാ ഹേ. അത് നിങ്ങളോടുള്ള ചോദ്യമാണ്. അത് നിങ്ങളിപ്പോ ക്ലാസ്സിലാണെങ്കിൽ, സ്കൂൾ തുറന്ന ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കാമായിരുന്നു. എന്താ ചോദ്യം? നിങ്ങളുടെ വീട്ടില് ആരൊക്കെയുണ്ട്? ഇപ്പൊ മിസ്സിന്റെ വീട്ടിലുള്ളവരെല്ലാം നിങ്ങളെ വീട്ടില് അല്ലേ? മിസ്സിന്റെ വീട്ടിലുള്ളവരായിരിക്കോ നിങ്ങളെ വീട്ടില്? നിങ്ങളെ വീട്ടില് അനിയത്തി ഉണ്ടാവാം അല്ലേ? അല്ലെങ്കിൽ മുത്തശ്ശൻ, ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവാം. അപ്പൊ ഓരോരുത്തരുടെ വീട്ടിലും ഓരോരോ ആൾക്കാരാണ് ഉള്ളത് അല്ലെ? അച്ഛൻ, അമ്മ, അനുജൻ, അനിയത്തി, അല്ലെങ്കിൽ ചേട്ടൻ, അല്ലെങ്കിൽ ചേച്ചി, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, അല്ലെങ്കിൽ മാമൻ, അല്ലെങ്കിൽ മാമി. അങ്ങനെ ഓരോരുത്തരും ഓരോ വീട്ടിലുണ്ടാവും.
അപ്പൊ നിങ്ങളോടുള്ള ചോദ്യമാണ് അത്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നു? അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോട്ടോ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴെങ്കിലും മിസ് അടുത്ത് കാണുമ്പോ ചോദിക്കാം. അപ്പോഴേക്കും പഠിച്ചു വെക്കണേ. നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കേട്ടല്ലോ? റെഡി അല്ലേ? ഓക്കെ. ഇനി അടുത്ത ലിഖിത പ്രശ്ന റൈറ്റ് ആൻഡ് ക്വസ്റ്റ്യൻസ് നോക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് കവിത ആയതുകൊണ്ട്, പോയം തന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായത് പാരഗ്രാഫിലെ ആൻസർ നമുക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റില്ല. അപ്പൊ മിസ് ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെ ചെറിയ രീതിയിൽ ആൻസർ എഴുതിയിട്ട് സെൻഡ് ചെയ്യാം ഗ്രൂപ്പിൽ. മക്കൾ അത് ശ്രദ്ധിച്ച് വായിച്ചു നോക്കി എഴുതണം. ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെ ഓരോന്നിന്റെ ആൻസർ ഉണ്ടാവും. മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മിസ് അങ്ങനെ ക്വസ്റ്റ്യന്റെ അടുത്ത് തന്നെ എഴുതിയിട്ട് മിസ് അയക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ടെക്സ്റ്റ് ബുക്കില് നോക്കി ക്വസ്റ്റ്യൻ എഴുതി. എന്താ ജോയൽ ഇടക്കിടക്ക് ശ്രദ്ധ പോകുന്നുണ്ട്. ജോയല് ക്ലാസ്സിലൊന്നല്ല, അധികവും ആടെ അടുത്താരോ ഉണ്ട്. ഒന്നുകിൽ ചേച്ചി ആരോ ഉണ്ട് കളിക്കാൻ വേണ്ടിട്ട് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചോണ്ടും വർത്തനം പറഞ്ഞോണ്ട് നിൽക്കും. ഉപദ്രവിക്കുന്നവരോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറ. ക്ലാസ്സിന്റെ സമയത്ത് ഉപദ്രവിക്കാൻ വരില്ലെന്ന് പറ. ജൊഹാന, ക്ലാസ് ക്ലിയർ ഇല്ലാന്നോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാമോ മക്കളെ? ക്യാൻ യു ഹിയർ മീ? അപ്പൊ ജോഹാന കുഴപ്പമായിരിക്കും ട്ടോ മോളെ. ഓക്കെ. ജോഹാനയുടെ എന്തെങ്കിലും നെറ്റിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ. അപ്പോ ലിഖിത പ്രശ്നം നോക്കാം. घर में सूरज की किरणें क्या क्या करती है? घर में सूरज की किरणें क्या क्या करती है എന്ന് പറഞ്ഞാല് വീടുകളില് സൂര്യന്റെ രശ്മികൾ വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ആ കുട്ടി പറയുന്നില്ലേ, എന്നെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നത് സൂര്യന്റെ രശ്മികളാണ്, എന്നെ അമ്മയും അച്ഛനൊന്നല്ല വിളിച്ചെണീപ്പിക്കുന്നത്. ബെനീറ്റെ പ്ലീസ് ലിസൺ. എന്നെ എന്റെ അച്ഛനോ അമ്മയോ ഒന്നല്ല വിളിച്ചെണീപ്പിക്കുന്നത്. പിന്നെ ആ കുട്ടി പറഞ്ഞിട്ടെന്ന് സൂര്യന്റെ രശ്മി, അതായത് രാവിലെ ആവുമ്പോ ഞാൻ എഴുന്നേൽക്കുന്നു, എന്നെ സൂര്യന്റെ രശ്മികളാണ് എന്നെ തഴുകി ഉണർത്തുന്നത്. അതുപോലെ വേറെന്താണ് സൂര്യന്റെ രശ്മികൾ ചെയ്യുന്നത്? അന്ധകാർക്കോ ദൂർ ഭഗാത്തി ഹേ, ഇരുട്ടിനെ ഇല്ലാതാക്കി തീർക്കുന്നു അല്ലെ? രാത്രിയെ മുഴുവനായിട്ട് അങ്ങ് കളഞ്ഞിട്ടാണ് സൂര്യപ്രകാശം വരുന്നത് അല്ലെ? ഇരുട്ടിനെ ഇല്ലാതാക്കി തീർക്കുന്നതും ആരാണ്? സൂര്യരശ്മികളാണ്, സൂര്യന്റെ കിരണങ്ങളാണ്. ഓക്കെ. അപ്പൊ ആൻസർ എന്ത് വരും? ഹംകോ रोज जगाती है और अंधकार को दूर भगाती है. എന്തൊക്കെ ആൻസർ വരിക? हमको रोज जगाती है और अंधकार को दूर भगाती है. ക്ലിയർ ആയോ? എന്താ അതിന്റെ മീനിങ് മനസ്സിലായോ? സൂര്യന്റെ രശ്മികൾ എന്താണ് ഒരു വീട്ടിൽ ചെയ്യുന്നത്? സൂര്യരശ്മികള് ഉറങ്ങാം, അതായത് എഴുന്നേൽപ്പിക്കുന്നു, ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു, പിന്നെ ഇരുട്ടിനെ തീരെ ഇല്ലാതാക്കുന്നു. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. പഞ്ചി, പഞ്ചി മീൻസ് പക്ഷി, ചിടിയ, ബേർഡ്. പഞ്ചി കഹാം കളരവ് കർത്തേ ഹേ, എവിടെയാണ് കളർ, അതായത് ചിലച്ചോണ്ടിരിക്കുന്നത്? ആ കുട്ടി പറയുന്നുണ്ട്. എവിടെയായിരുന്നു? സുന്ദർ ബഗിയാമേം, സുന്ദർ ബഗീച്ചാമേം. കവിതയിൽ കൊടുത്തിരിക്കുന്നത് സുന്ദർ ബഗിയ. ബഗിയ മീൻസ് ബഗീച്ച, ഗാർഡൻ. മനോഹരമായ എന്റെ പൂന്തോട്ടത്തില് പക്ഷികൾ ഇങ്ങനെ ചിലച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് പറയും? ബെനീറ്റ എന്തിനാ ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നേ? ബെനീറ്റ, ക്ലാസ് കഴിയുന്നത് വരെ വീഡിയോ ഓഫ് ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇടക്കിടക്ക് നിങ്ങളുടെ ബിസിനസിന് വേണ്ടി വീഡിയോ ഓഫ് ചെയ്യേണ്ടതില്ല. അപ്പൊ എന്താണ്? സുന്ദർ ബഗിയാമേം. കേട്ടല്ലോ ബെനീറ്റ? ക്ലാസ് കഴിഞ്ഞത് വരെ വീഡിയോ ഓഫ് ചെയ്യണ്ട കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പഞ്ചി सबका मन कैसे मोहित करते हैं? पंछी सबका मन कैसे मोहित करते हैं?
പക്ഷികള് എങ്ങനെയാണ് എല്ലാവരുടെയും മനസ്സിനെ മോഹിപ്പിക്കുന്നത്? ചില പക്ഷികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ആകർഷിച്ചു പോകും, നമ്മൾ അറിയാതെ നോക്കിപ്പോകും അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ചില പക്ഷികളെ നോക്കുന്നത്? ചില പക്ഷികള് കാക്കേനൊന്നും അധികം ശ്രദ്ധിക്കില്ല, കാക്കയുടെ സൗണ്ട് ആർക്കും ഇഷ്ടമല്ല. ചില പക്ഷികൾ കരയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, കുയില് അല്ലേ? കുയിലിന്റെ ഒക്കെ എന്താ കാരണം? അത് എന്തുകൊണ്ടാ അതങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം? മധുരമായ സൗണ്ട് അല്ലേ? വെരി ഗുഡ്. അവരുടെ മധുരമായ സൗണ്ട് കാരണാണ് നമ്മളെ ശ്രദ്ധിച്ചു പോകുന്നത്. അപ്പിനി മീട്ടി ബോലീസേ, അപ്പിനി മീട്ടി ബോലീസേ. കേട്ടല്ലോ? എങ്ങനെയാ പക്ഷികള് എല്ലാരും ശ്രദ്ധിക്കാനുള്ള കാരണം മനസ്സിലായല്ലോ? യെസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. മാം കെ ഹാത്ത് കാ ബനാ ഖാന സബ് കൈസേ ഗാത്തെ ഹെ. ഇനി അമ്മ ഭക്ഷണം നിർമ്മിച്ച് പാചകം ചെയ്ത് തരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാവർക്കും ആക്കി തരുന്നു. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ എല്ലാവരും കൂടി എങ്ങനെ കഴിക്കുന്നു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കഴിക്കുന്നത്? ഒറ്റയ്ക്ക് പാത്രം എടുത്ത് പോയിട്ട് കഴിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതെ. എങ്ങനെയാണ് എല്ലാരും ചെയ്യുന്നത്? എല്ലാരും ഉറക്കെ പറഞ്ഞ് എങ്ങനെയാണ്? സ്നേഹത്തോടെ എല്ലാവരും ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കും അല്ലേ? നമ്മള് ആരും ഒറ്റയ്ക്ക് കഴിക്കാറില്ല, എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ അല്ലേ? പരസ്പര സ്നേഹത്തോടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് കഴിക്കും അല്ലേ? അങ്ങനെയാണല്ലോ? അതെ. മാം കാ അപ്പൊ എന്താ ആൻസർ? സബ് മിൽക്കർ പ്യാർ സെ ഗാത്തെ ഹേ. സബ് മിൽക്കർ പ്യാർ സെ ഗാത്തെ ഹേ എന്ന് പറഞ്ഞാല് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് സ്നേഹത്തോടെ കഴിക്കുന്നു. ഓക്കെ. പ്രസന്റ് ടൈപ്പ് ചെയ്യാൻ ആരും മറന്നുപോയില്ലല്ലോ, വിട്ടുപോയില്ലല്ലോ? എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തില്ലേ? പ്രസന്റ് ടൈപ്പ് ചെയ്യണം. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. घर में खाना खाते समय सब क्या करते हैं? നമ്മൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ. എന്താ ചോദ്യം എന്നറിയോ? ക്വസ്റ്റ്യൻ. घर में खाना खाते समय, നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞല്ലോ. ആ സമയത്ത് നമ്മൾ വേറെന്തോ ഒന്നും കൂടി ചെയ്യാറുണ്ട്. സബ് ക്യാ കർത്തേ ഹേ. നമ്മൾ എന്ത് ചെയ്യും? സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, വേറെ ഒരു കാര്യം കൂടി ചെയ്യുന്ന കുട്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്താന്നറിയോ? ദിൻ ഭർ കി സബ് ബാതേം കർത്തേ ഹേ. ആ ഒരു ദിവസത്തെ കാര്യങ്ങള്, എന്തെങ്കിലും ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞോണ്ടേയിരിക്കും അല്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഭിപ്രായം, അങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും തുറന്ന് സംസാരിക്കുന്ന ഒരു വേദിയാണ് ഏത്? ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. നിങ്ങൾ എല്ലാവരും ഭക്ഷണം അമ്മ വിളമ്പിക്കുന്നവിടെ കിട്ടി ഉടനെ ഭക്ഷണം കഴിച്ചിട്ട് മിണ്ടാതെ അങ്ങ് പോവാണോ ചെയ്യുന്നേ? അല്ല അല്ലേ? നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടാവും. ചിലവര് പറഞ്ഞാൽ നിർത്തില്ല. അപ്പൊ ചിലപ്പോ അമ്മ വഴക്ക് പറയും, മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുന്നു പറയും അല്ലേ? അതന്നെ. ചിലവര് അതായത് പറഞ്ഞിട്ട് എവിടെ സ്റ്റോപ്പ് നിർത്തില്ല. അപ്പൊ നിർത്താതിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് മിണ്ടാതിരിക്കുക എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു പറയും അല്ലേ? അപ്പോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, നമ്മൾ സംസാരിക്കും. ദിൻ ഭർ കി സബ് ബാതേം കർത്തേ ഹേ. ക്ലിയർ ആയോ? 5 ക്വസ്റ്റ്യനും അതിന്റെ മീനിങ്ങും മനസ്സിലായോ? ആൻസറും മനസ്സിലായോ? യെസ്. മനസ്സിലാകാത്തവരുണ്ടോ? ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക, എന്നാലും മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ. ഇത് മിസ് ഗ്രൂപ്പിൽ അയച്ചുതരും. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ അയച്ചുതരും. നിങ്ങൾ അത് നോക്കി വൃത്തിയിൽ എഴുതിയെടുക്കുക. മിസ്സേ, ഞാൻ 3 പാഠം എഴുതിയിട്ടുണ്ട്, പക്ഷെ മിസ്സിന് അയച്ചു തന്നിട്ടില്ല. എന്താണ് സാമോലെ? ഞാൻ 3 പാഠം എഴുതിയിട്ടുണ്ട്, പക്ഷെ ടീച്ചറിന് അയച്ചു തന്നിട്ടില്ല. അത് മിസ്സിന് അയച്ചു തരാത്തത് മിസ് അവിടേക്ക് വരണോ? മിസ് വീട്ടിലേക്ക് വരണോ? ക്യാമറയ്ക്ക് പ്രശ്നമാ. അതെയോ? യെസ്.
വേറെ ഏത് ഫോണും ഇല്ല മോനെ? ഈ ക്യാമറ കംപ്ലൈന്റ് ഇല്ലാത്ത ഫോൺ ഏതും ഇല്ല? ഉണ്ട്. അതിലയച്ചെന്നോ? അതില് ഫോട്ടോ എടുത്തിട്ടേ അങ്ങനെ നോക്കിട്ടോ. വീട്ടിൽ എന്തായാലും ഒന്നിൽ കൂടുതൽ ഫോൺ ഇല്ലാത്ത വീടില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഫോണിന് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അച്ഛൻ എപ്പോഴാ വരുന്നത്, അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ ആരാണ് ജോലിക്ക് പോയിട്ട് വരുന്നത്, അവര് വന്നതിന് ശേഷം അവരെ ഫോണിൽ എടുത്തിട്ട് മിസ്സിന് അയച്ചെന്നോ. നിങ്ങളുടെ പേര് അതിലുണ്ടായാൽ മതി. അയക്കുന്നവരുടെ പേര് അതിന്റെ താഴെ അയക്കണം കേട്ടോ. പല നമ്പറിന് അയക്കുമ്പോ എനിക്ക് നിങ്ങളെ മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ് തൊട്ടടുത്തത്, എല്ലാരും വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല, ഓൺ ചെയ്തിരിക്കണം, നിർബന്ധമാണത്. ഇതിലാ പിന്നെ ഇടയ്ക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നത്. ഇനി ഉചിത വികൽപ പർ സഹിക നിശാൻ ലഗാവോ. ശരിയായ ആൻസറിന് ടിക്ക് ഇടുക. 3 ബോക്സ് ഉണ്ട്, 3 ആൻസർ ഉണ്ട്. അതിൽ ഏതാണോ ശരിയായ ആൻസർ അതിന് ടിക്ക് ഇടണം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സുബഹ് കിസ്കി കിരണേ ജഗാത്തി ഹേ. ആരുടെ രശ്മികളാണ് രാവിലെ വരുന്നത്? നമുക്ക് അവിടെ ടിക്ക് ഇടുന്നുണ്ട് അല്ലേ? അവിടെ കണ്ടുപിടിക്കേണ്ട പണിയില്ല. ഏതാണ്? സൂരജ് കി. സൂര്യന്റെ രശ്മികളാണ് നമുക്ക് രാവിലെ കിട്ടുക. സൂരജ് കി. നെക്സ്റ്റ്, പഞ്ചി കൈസി ബോലി സേ സബ് കാ മൻ മോഹിത് കർത്തേ ഹേ. പക്ഷി എങ്ങനെയുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ ആകർഷിപ്പിക്കുന്നത്? മിസ് നേരത്തെ പറഞ്ഞു. കടുവാണോ, ഊഞ്ചിയാണോ, മീട്ടിയാണോ? ഏതാ കറക്റ്റ് ആൻസർ? മീട്ടി. യെസ്, അവിടെ നേരെ ടിക്ക് ഇപ്പൊ തന്നെ ഇട്ട് വെച്ചോളൂ. മീട്ടി. ഇപ്പൊ തന്നെ പേന കൊണ്ട് ടിക്ക് ഇട്ട് വെച്ചോളൂ. മീട്ടി. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 22. മീട്ടിന്ന് ടിക്ക് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് പേജ് എടുക്കുക. 22. भोजन के समय सब एक दूसरे से कैसी बातें करते हैं. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ എങ്ങനെയുള്ള കാര്യമാണ് സംസാരിക്കുന്നത്? ഖുശിക്ക് ഹാപ്പി മാത്രാണോ? സുഖദുഃഖിക്ക് സങ്കടവും സന്തോഷത്തുമുള്ള കാര്യമാണോ? ദുഃഖിക്ക് ദുഃഖം മാത്രാണോ? എത്രാമത്തെ ആൻസറായി വരികയാണ്? രണ്ടാമത്തെ ആൻസർ അല്ലേ? സുഖവും ദുഃഖവും വരുന്നത്. ചിലപ്പോ നമ്മൾ പറഞ്ഞ കാര്യം ചിലപ്പോ സങ്കടമുള്ളതാവാം, അല്ലെങ്കിൽ ചിലപ്പോ സുഖമുള്ളത് ഹാപ്പി ഉള്ള കാര്യമാവാം. അപ്പൊ രണ്ടും കൂടി കൂടിക്കലർന്ന ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മള് സംസാരിക്കുക. സുഖ ദുഃഖി. അതിന് ടിക്കട്ടെ. സുഖ ദുഃഖി. ക്ലിയർ ആയോ മക്കളെ? അതുവരെ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, ഉചിത് ശബ്ദ ലിഖ്കർ കവിത കി പങ്ക്തിയാ പൂരി കരോ. എന്താ വേണ്ടേ? കവിതയിലെ പോയത്തിലെ വരികള്, ലൈൻസുകള് അവിടെ വിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? പോയം മറിച്ച് നോക്കിയിട്ട് ഏതൊക്കെ വരികളാണ് അവിടെ വിട്ട വാക്കുകള് കൂട്ടിച്ചേർക്കുക. ഓ, എന്താ ഹസ്നക്കുട്ടി? രണ്ടാമത്തെ ഒന്ന് പറഞ്ഞോ. രണ്ടാമത്തതോ? ഇപ്പൊ മിസ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ രണ്ടാമത്തെ ആണോ? ആ ബോക്സിലത്തത് മീട്ടി. മീട്ടി എന്ന് പറഞ്ഞാല് മധുരമുള്ള. ലാസ്റ്റ് ബോക്സ്, മൂന്നാമത്തെ ബോക്സിന് ടിക്കറ്റ്. അടുത്തത് രണ്ടാമത്തെ ബോക്സിന്, മൂന്നാമത്തേല് രണ്ടാമത്തെ ബോക്സിന് സുഖ ദുഃഖിതിൽ. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യന്റെ എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് മുമ്പിലോട്ട് പേജ് മറിക്കുക. പോയം നോക്കിയിട്ട് ഏതൊക്കെ വാക്കുകളും വരികളാണോ അവിടെ വിട്ടെന്ന് ഫില്ല് ചെയ്യണം. നീറ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം, തെറ്റാൻ പാടില്ല. ഒന്നാമത് ഓൺലൈനിൽ ആയതുകൊണ്ട് നിങ്ങൾ നോട്ട്സ് മിസ്സിന് അയച്ചു തരുമ്പോ മിസ് അത് കറക്റ്റ് ചെയ്തെന്നാൽ നിങ്ങൾ അത് കറക്റ്റ് ആക്കി വെക്കൊന്നും ചെയ്യില്ല. എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. മിസ് ഓരോ സ്പെല്ലിംഗ് അത് റൗണ്ട് ഇട്ടെല്ലാം അയച്ചേരലുണ്ട്, തിരിച്ചയച്ചേരലുണ്ട്. നിങ്ങളത് കറക്റ്റ് ചെയ്യണം എന്നില്ല. അപ്പൊ മക്കള് ശ്രദ്ധിച്ച് എഴുതുമ്പോ എപ്പോഴും ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ തന്നെ ശ്രദ്ധിച്ച് എഴുതുക. ഏതൊക്കെയാണ് വരികള്? സബ്സേ ന്യാര സബ്സേ ഡാഷ്. എന്താ അവിടെ ചേർക്കണം? സുന്ദർ. അടുത്ത വരി സബ്സേ പ്യാര. ബാക്കി എവിടെയുണ്ട്? മേരാ ഘർ. പാപ്പ മമ്മി ഡാഷ് ദാദി. ദാദാ
ദാദി. ദാദി. നെക്സ്റ്റ് വരുന്നത് ഭയ്യാ ദീദി ഡാഷ് സബ്കാ ഘർ. सबका घर. യെസ്. അടുത്ത 4 ലൈൻസ് മേരെ ഘർ കി ഡാഷ് ഖുലി രസോയി. ഇതിപ്പോ തന്നെ ചെയ്യണേ, അടുത്ത ക്ലാസ് ആവുന്നതിന് മുന്നേ ചെയ്യണം. എന്താ ഡേറ്റ് ഇടുക ചെയ്യാം. ഖുലി രസോയി സെ ഗാനെ കി ഡാഷ് ഖുശ്ബു ആതി. യെസ്. കറണ്ട് പോയി ഇവിടെ കമ്പ്യൂട്ടറിന്. കറണ്ട് പോയോ? ഇപ്പൊ ക്ലാസ്സിലെ പ്രശ്നമൊന്നുമില്ലല്ലോ, നിന്നെ എനിക്ക് കാണുന്നുണ്ട് മോളെ. ക്ലാസ് ചെറുതായിട്ട് ക്ലാസിന്റെ ശബ്ദം കേൾക്കുന്നുള്ളൂ. ഓക്കെ, നീ നോക്ക്, ഇല്ലെങ്കിൽ നീ അതിനുശേഷം ക്ലാസ് കണ്ടിട്ട് വർക്ക് എഴുതിയാ മതി. ടെക്സ്റ്റ് ബുക്ക് നോക്കിട്ട് എഴുതിയെടുത്തോ. മയ്യാ കുച്ച് ബി ലഗേം പക്കാനേം ഖുശ്ബു സബ്കി ഭൂഖ് ബഡാത്തി. അത് നിങ്ങൾ പോയം നോക്കി ശ്രദ്ധിച്ച് വിട്ട ഭാഗത്ത് പൂരിപ്പിക്കുക. ഇപ്പൊ തരുന്ന വർക്കാണ്, നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ ചെയ്യണം. അടുത്ത ക്ലാസ് 1 മണിക്കില്ലേ? ആ 1 മണിക്ക് മുന്നേ നിങ്ങൾ ഇനി ഇന്ന് തന്നെ എഴുതി മിസ്സിന് അയച്ചു തരണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ എഴുതി അവിടെ റെഡിയാക്കി വെക്കുക. മിസ്സിന് ക്ലാസ് നിനക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. നിങ്ങൾ ഇന്ന് തന്നെ അയച്ചു തരണ്ട. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ വർക്കും എഴുതി ഒരുമിച്ച് അയച്ചാൽ മതി. ചിലവരെന്ത് ചെയ്യും, ഞാൻ എഴുതുന്നുണ്ട് എന്ന് മിസ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഉള്ള ഒരു വർക്ക് മാത്രം മിസ്സിന് അയച്ചു തരും. എല്ലാരും കള്ളന്മാരാന്ന്. അത് നടക്കൂല മിസ്സിന്റെ അടുത്ത്. ഹിന്ദി മിസ്സിന് നല്ല സൂത്രങ്ങളൊക്കെ അറിയാം. നിങ്ങൾ എന്തൊക്കെ എഴുതുന്നതൊക്കെ മിസ്സിന് അറിയാം കേട്ടോ. എപ്പോഴെങ്കിലും എഴുതിയ കുറച്ച് കാര്യം മാത്രം മിസ്സിന് അയച്ചാൽ പോരാ. മിസ്സിന് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പേജും, ഒരു പാഠഭാഗത്തിലെ എല്ലാ പേജും ഓരോ കുട്ടിയും അയച്ചിരിക്കണം. നോട്ട്ബുക്കും അതുപോലെ അയച്ചിരിക്കണം. അതിന്റെ കൂടെ കോപ്പി റൈറ്റിംഗും. ഓക്കെ. ഇനി നെക്സ്റ്റ് ഭാഷാക്കി ബാത്ത്. മിസ് അതുകൂടി പറഞ്ഞുതരാം. ക്ലാസ് കട്ടായാലേ നെക്സ്റ്റ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരും. ഭാഷാക്കി ബാത്ത് പറഞ്ഞാല് നമുക്ക് ആ ബോക്സിലുള്ള കാര്യങ്ങൾ കുറച്ച് പഠിക്കാം. മിസ് പറഞ്ഞുതരാ. അതല്ല നിങ്ങൾക്ക് ബൈഹാർട്ടാക്കി പഠിക്കൊന്നും വേണ്ട. ആ ബ്ലൂ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ബൈഹാർട്ട് ആക്കണ്ട, മനസ്സിലാക്കിയാ മതി. മിസ് അതിന്റെ മീനിങ് അടക്കം പറഞ്ഞുതരാം. എന്നാണ് शब्द के जिस रूप से पुरुष अथवा എന്താ ഹസ്ന തെറ്റുമോളെ? ഹസ്ന ഡൗട്ട് ഉണ്ടോ? നോ. അപ്പൊ പേജ് നമ്പർ 22 ബ്ലൂ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് മിസ് വായിക്കുന്നത് ശ്രദ്ധിക്ക്. शब्द के जिस रूप से पुरुष अथवा स्त्री जाति का पता चले उसे लिंग कहते हैं. അതായത് നമ്മുടെ മലയാളമായാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും അതിലെ ഓരോ വാക്കുകള്, ഓരോ ശബ്ദങ്ങള് ഓരോ, അതായത് പുരുഷ ജാതിയിൽ പെടുന്നവ ഉണ്ടാവാം, സ്ത്രീ ജാതിയിൽ പെടുന്നവ ഉണ്ടാവാം. Can you hear me? ആർക്കൊക്കെ കേൾക്കാൻ പറ്റാത്തത്? കേൾക്കാൻ പറ്റാത്തവർ ഓക്കെ 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 അത് അവരുടെ പ്രശ്നമായിരിക്കാം. മിസ് പറഞ്ഞ ശ്രദ്ധിക്ക്. അതായത് ഹിന്ദിയിലെയും ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ചില ശബ്ദങ്ങള് പുരുഷ ജാതിയിൽ പെടുന്ന ശബ്ദങ്ങൾ ഉണ്ടാവാം, സ്ത്രീ ജാതിയിൽ പെടുന്ന വാക്കുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മള് എന്ത് പറഞ്ഞത്? ലിംഗം. എന്നെ ലിംഗ കെ ദോ ഭേദ ഹോത. നിങ്ങൾ ഇനി ലിംഗം എന്താണെന്ന് പഠിക്കണ്ട. പിന്നെന്താ പഠിക്കേണ്ടത്? 2 ലിംഗം. ലിംഗ 2 ഉണ്ട്. എന്തൊക്കെയാണ്? പുല്ലിംഗ ഔർ സ്ത്രീലിംഗ. അതാ നിങ്ങൾ പഠിക്കേണ്ടത്. ചില വാക്കുകള് പുല്ലിംഗ ശബ്ദങ്ങളുമുണ്ട്, സ്ത്രീലിംഗ ശബ്ദങ്ങളുണ്ട്. വല്ലതും മനസ്സിലായോ കുഞ്ഞുമക്കൾക്ക്? അത് ഓരോ വാക്കുകളും യെസ്. ഹിന്ദിയിൽ എന്താ ബനീറ്റ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ലേ മോളെ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അതായത് എല്ലാ വാക്കുകളും നമുക്ക് ബൈഹാർട്ടാക്കി 4 പഠിച്ചു വെക്കാൻ പറ്റില്ല. ഒട്ടുമിക്ക ഈ ലോകത്തിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടല്ലേ, ഹിന്ദിയിലായാലും മലയാളത്തിലായാലും
നമുക്ക് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മൾ തലയിൽ വെക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പറ്റുന്നത് കുറച്ച് കുറച്ച് വാക്കുകൾ പഠിച്ചു വെക്കണം. അതായത് പുരുഷ ജാതിയിൽപ്പെടുന്നവ പുല്ലിംഗവും സ്ത്രീ ജാതിയിൽപ്പെടുന്നവ സ്ത്രീലിംഗവുമാണ്. ഇപ്പൊ മിസ് അതിന് പറയുന്നുണ്ട്, शब्द के जिस रूप से पुरुष जाति का पता चले उसे पुल्लिंग कहते हैं. അതാ മിസ് ഇപ്പൊ പറഞ്ഞത്. എന്ത്? പുരുഷ ജാതിയിൽ പറയുന്ന വാക്കുകളാണ് പുല്ലിംഗ ശബ്ദം. ഉദാഹരണം പറയാം. അച്ഛൻ, മലയാളത്തിലെ അച്ഛൻ അല്ലെ പപ്പ, പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ നിങ്ങൾക്ക് അറിയില്ലേ? എന്താണത്? ആ പുല്ലിംഗാണ്, പുരുഷ ജാതിയിൽ പെടുന്നതാണ്. അപ്പൊ എന്താണ്? പുല്ലിംഗാണ്. നമ്മുടെ ബ്രദർ ആണെങ്കിൽ പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ? പുല്ലിംഗം. പുല്ലിംഗം. സിസ്റ്റർ ആണെങ്കിലോ എന്താവും? സിസ്റ്റർ സ്ത്രീലിംഗം അല്ലെ? നമ്മുടെ മദർ ആണെങ്കിലും ഗ്രാൻഡ് മദർ ആണെങ്കിലും എല്ലാം എന്താണ്? സ്ത്രീലിംഗ ശബ്ദാണ് അല്ലെ? അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് പുല്ലിംഗത്തില്. ലഡുക്ക, മാലി, ചൂഹ, പിത. ഒരു ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നുണ്ട്. ലഡുക്ക ബോയ്, ആൺകുട്ടി, പുല്ലിംഗാണ് അല്ലെ? മാലി മീൻസ് തോട്ടക്കാരൻ, മാലി. ചൂഹ പറഞ്ഞാല് ആൺ എലീനെയാണ് ചൂഹ എന്ന് പറയാ. പെണ്ണെലീനിക്ക് എലിയുടെ പെൺവർഗത്തിന് വേറൊരു വേർഡുണ്ട്, ചുഹിയ. ഇവിടെ ചൂഹ എന്ന് പറഞ്ഞാല് ആണാണ്, എലി. പിത മീൻസ് ഫാദർ. ഇത് പുല്ലിംഗ ശബ്ദങ്ങളാണ്. ക്ലാസ് കട്ടാവാറായി, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. शब्द के जिस रूप से स्त्री जाति का पता चले उसे स्त्रीलिंग कहते हैं. ഇനി സ്ത്രീ ജാതിയിൽ പെടുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ സ്ത്രീലിംഗ ശബ്ദം എന്ന് പറഞ്ഞത്. ഉദാഹരണം, അതിന്റെ തന്നെ സ്ത്രീലിംഗ ശബ്ദമാണ് താഴെ കൊടുക്കുന്നത്. ലഡുക്ക എന്നുള്ളതിന്റെ സ്ത്രീലിംഗ ശബ്ദം ലഡുക്കി, മാലി മാലിൻ, ചൂഹ ചുഹിയ, പിത മാത. കണ്ടോ? പുല്ലിംഗം സ്ത്രീലിംഗം ഏതാന്ന് മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇനി തരുന്ന ബോക്സില് പുല്ലിംഗം തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? സ്ത്രീലിംഗ ശബ്ദം എഴുതണം. അതിനാ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് പറഞ്ഞു.